എമ്പുരാൻ സിനിമയുടെ റിലീസിങ്ങിന് ഇനി മണിക്കൂറുകൾ ബാക്കി. ചരിത്രമായി മാറുന്ന, ചരിത്രം തിരുത്തിക്കുറിക്കാൻ എത്തുന്ന എമ്പുരാൻ. എമ്പുരാൻ വിൽ ബി ദ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ ഫിലിം ദാറ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എവർ പ്രൊഡ്യൂസ്ഡ്. എമ്പുരാൻ റിലീസിന് മുന്നേ 50 കോടി കളക്ട് ചെയ്തെന്ന് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ വരുന്നു. ഇനിഷ്യൽ സ്റ്റേജിൽ തിയേറ്ററുകൾ ഉത്സവപ്പറമ്പുകളായി മാറും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഷോകളാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എമ്പുരാന്റെ വിജയത്തിന് വൻ രീതിയിലുള്ള പ്രമോഷൻ വർക്കുകളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന്. ഇനിഷ്യൽ സ്റ്റേജിൽ തരംഗമായി ഈ സിനിമ മുടക്കുമുതൽ തിരികെ പിടിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാൽ ലോങ് റണ്ണിൽ ചില കടമ്പകൾ ബാക്കിയുണ്ട്. അതും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് ഇനി എമ്പുരാന്റെ ടിക്കറ്റ് കണി കാണാൻ പോലും കിട്ടില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. ബുക്ക് മൈ ഷോയിൽ ഇന്ത്യയിലെ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. ഇനീഷ്യൽ തരംഗത്തിൽ കേരളവും ഓവർസീസും എമ്പുരാൻ ഉറപ്പായും നേടും. എന്നാൽ ലോങ് റണ്ണിൽ ഹിന്ദി ബെൽറ്റും തെലുങ്ക്, തമിഴ്, കന്നഡ അടങ്ങിയ റെസ്റ്റ് ഓഫ് ഇന്ത്യ റീജിയനിൽ എമ്പുരാന് കടമ്പകൾ ബാക്കിയാണ്. സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ ബിഗ് പ്രൗഢി സമീപനം റെസ്റ്റ് ഓഫ് ഇന്ത്യ റീജിയനിൽ ഈ സിനിമയ്ക്ക് എമ്പുരാന് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണെന്ന് പൃഥ്വിരാജ് പറയുന്നു. ഇഫ് ഈസ് കോൺഫിഡൻറ്റ് ഇൻ ഈ സിനിമയുടെ മുടക്കുമുതൽ എത്രയാണെന്ന് പറയുവാൻ പൃഥ്വിരാജ് ധൈര്യം കാണിക്കണം. ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിലും ഈ സിനിമയുടെ മുടക്കുമുതൽ 150 കോടി അല്ലെ 200 കോടി അല്ലെ 250 കോടി എന്ന് പറയാനുള്ള ധൈര്യമോ മനസ്സോ പൃഥ്വിരാജ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു പ്രമോഷൻ വർക്കിൻ്റെ ഭാഗമായി ബാംഗ്ലൂരോ മുംബൈയിലോ ഡൽഹിയിലോ തെലുങ്കാനയിലോ എത്തുമ്പോൾ ആ ഒരു പ്രസ് മീറ്റിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അവിടെയുള്ള റിപ്പോർട്ടർമാരെ അല്ലെ അവിടെ ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിനെ ബഹുമാനിക്കാനും പ്ലേസ് ചെയ്യാനും കയ്യിലെടുക്കാനുമാണ് ശ്രമിക്കേണ്ടത്. ആ സാഹചര്യത്തിൽ അവിടെ മലയാളം സംഭവമാണ്, മലയാളി വലിയ സംഭവമാണെന്നൊക്കെ എഴുന്നള്ളിച്ചാലൊന്നും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുകയില്ല. തീർച്ചയായും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ബോക്സ് ഓഫീസിൽ 2000 കോടിയും 1000 കോടിയും വിജയങ്ങൾ സൃഷ്ടിച്ച തെലുങ്കന്മാരും തമിഴന്മാരും എന്താ പൊട്ടന്മാരാണോ? മോഹൻലാൽ എന്നും ഡൗൺ ടു എർത്ത് ആയിരുന്നു. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് പോളിസി അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കേവലം 30 കോടി മാത്രം മുടക്കുമുതലുള്ള മാർക്കോ എന്ന സിനിമ വിജയിച്ചത് ഉണ്ണി മുകുന്ദൻ്റെ പക്വതയായ പ്രൊമോഷൻ വർക്കും മാർക്കറ്റിംഗ് തന്ത്രവും മൂലമാണ്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് പോളിസിയിൽ ഡൗൺ ടു എർത്തായിട്ടാണ് അദ്ദേഹം എല്ലാ പ്രൊമോഷൻ വർക്കുകളും ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ റീജിയനിലാണ് മാർക്കോ എന്ന സിനിമ കൂടുതൽ വിജയം നേടിയത്. ആസ് എ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ വളരെ മികച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കന്നി ചിത്രമായ ലൂസിഫർ അത് തെളിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. എമ്പുരാൻ എന്ന സിനിമ തീർച്ചയായും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വിജയം കൊണ്ടുവരും. എന്നാൽ തെലുങ്കനും തമിഴനും തീർത്ത 1000 കോടിയുടെയും 2000 കോടിയുടെയും ക്ലബിലെത്താൻ ഇനിയും ഏറെ നാളുകൾ കാത്തിരിക്കേണ്ടതുണ്ട്.